മരിച്ചുപോയ 3 തലമുറയ്ക്ക് മുന്നേ ഉള്ള ആളുകളുടെ പേരും നാളും വരെ പറയാൻ കഴിയുന്നത് അതൊരു അത്ഭുതമല്ലേ? ഈ ഇരിക്കുന്ന മകൻ വെള്ളത്തിലേക്ക് കിടക്കുമല്ലേ? വെള്ളമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എത്ര നേരം വേണമെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ കിടക്കും. ശബരിമല അയ്യപ്പനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ണികൃഷ്ണന്റെ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു. അവൻ ഉണ്ണികൃഷ്ണനല്ലേ? അതങ്ങനെ ഭഗവാൻ അവതരിച്ചതാണ്. ഭഗവാൻ പിന്നല്ലേ? അതെങ്ങനെയാണ്? അത് കലിയുഗത്തില് മനുഷ്യനിലൂടെ ദൈവം കൊണ്ടുവരും. ഉണ്ണികൃഷ്ണൻ ഇല്ലാതെ ഇത് വരൂ ഇല്ല. മുരാരി ബാബു എന്ന് പറഞ്ഞു വരുന്നത് അവനെ കണ്ടാലേ അറിയാം. നാണമുണ്ട്. ഇനിയിപ്പോൾ ഈ മുരാരി ബാബുവിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു നല്ല കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റും, നല്ലൊരു സഞ്ചാരത്തിന് പങ്കെടുക്കാൻ പറ്റും. അച്ഛൻ്റെ പേര് ചോദിച്ചാൽ അവൻ്റെ പേരല്ലേ പറയുള്ളൂ. ഇങ്ങനെ പ്രതിരോധിക്കാത്തതാണ് ഹൈന്ദവതയുടെ ഏറ്റവും വലിയ കുഴപ്പം. പക്ഷെ മനുഷ്യർ വരുന്നത് സ്വാമി എന്തെങ്കിലും പറയും, അതിൽ നിന്നും എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടോ? എന്നോട് സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞു? ഞാൻ വന്ന ദിവസം തന്നെ സ്വാമി എൻ്റെ ചരിത്രമടക്കം, അച്ഛൻ, അമ്മ, അവരുടെ പേര്, നാള്, എൻ്റെ പേര്, നാള്, അങ്ങനെ ചരിത്രം, എനിക്ക് മുന്നേ പോയ അച്ഛനും അപ്പൂപ്പനും മുന്നേ ഉള്ള ആളുകളുടെ പേര് വരെ, അല്ലെങ്കിൽ അവർക്കുണ്ടായ മരണം വരെ സ്വാമി പറഞ്ഞു പോയില്ലേ. അപ്പൊ നമുക്കുണ്ടാവുന്ന ഒരു അത്ഭുതമുണ്ട്. വീടിനെ കുറിച്ച് പറഞ്ഞു. ആ വീടിനെ കുറിച്ച് പറഞ്ഞത്, വീട് ആദ്യം തന്നെ തുടങ്ങുന്നത് ചരിഞ്ഞ പ്രദേശത്താണോ വീട് എന്ന് ചോദിച്ചിട്ടാണ്. അപ്പം തന്നെ നമുക്കൊരു റിലേ പോവും. സ്വാമി പിന്നെ ഇങ്ങനെ അങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കില്ല. അതിനു മുമ്പ് സ്വാമി ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങും. അത് തന്നെ ഒരു അത്ഭുതം സംഭവിച്ചാണ്. പൊട്ടതല്ല, ചുമ്മാ പറഞ്ഞാണ്. പൊട്ടക്കാമാര് ചെറുക്കനെ ഒരു മാങ്ങ തിന്നണമെന്ന് തോന്നി എറിയുമ്പോൾ വീഴില്ലേ മാങ്ങ, അതുപോലെ പറഞ്ഞു. പക്ഷേ വീടിന്റെ ഇന്ന സൈഡിലൊരു മരം നിൽപ്പുണ്ടോ, അല്ലെങ്കിൽ ഇന്ന സൈഡിലാണോ, അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം വരത്തില്ലേ? അപ്പൊ എന്റെ കൂടെ വന്ന സുഹൃത്തിനോട് തന്നെ ചോദിച്ചു അവന്റെ കാമുകിയെ പറ്റിയും മറ്റു കാര്യങ്ങളെല്ലാം. അപ്പൊ നമുക്കാണെങ്കിൽ അത്ഭുതം വരത്തില്ലേ? അവരുടെ വീട്ടുകാരെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളെ പറ്റി പറയുന്നത്, അവരുടെ പേരും നാളും സഹിതം പറയുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഒരാളുടെ പേരും നാളും, അല്ലെങ്കിൽ അവരുടെ മരിച്ചുപോയ 3 തലമുറയ്ക്ക് മുന്നേ ഉള്ള ആളുകളുടെ പേരും നാളും വരെ പറയാൻ കഴിയുന്നത്? അതൊരു അത്ഭുതമല്ലേ? പക്ഷെ എന്നെ തന്നെ സ്വയം അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായി. ഞാൻ ഇതൊക്കെ ചുമ്മാ എനിക്ക് എങ്ങനെ സംഭവിക്കണം ഞാൻ തോന്നി പറയുന്നതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടായൊരു സാധനം. കഴിഞ്ഞത് കാന്തല്ലൂരിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരമ്മയും ഒരു മകനും ഒരു അച്ഛനും കൂടെ വന്നു. അപ്പോൾ നല്ല തേജസ്സുള്ളൊരു പയ്യനാണ്. അവരെല്ലാം നല്ല കുടുംബം, കണ്ടാലറിയാം, അവർക്ക് യാതൊരു വിഷയങ്ങളും ഇല്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛനോട്, ഇദ്ദേഹം ഡൈവോഴ്സാണല്ലേ ചോദിച്ചാൽ. ഇദ്ദേഹത്തിന് ഇങ്ങനൊരു കുട്ടിയുണ്ടാവും. ഈ കേൾക്കുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കണം, അവർ ഞാൻ ഇതൊക്കെ സ്വകാര്യമായിട്ട് എൻ്റെ അടുത്ത് വന്നതാണ്, ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന പേരുള്ള ഇത്രയും പേരുള്ള തലമുറയിലെല്ലാം ഇങ്ങനെ തലമുറയായിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഗർഭത്തോടു കൂടി ഒരു സ്ത്രീ മരിച്ചു കിടന്നു, അവരുടെ പേര് ഇന്നതാണ്. അമ്മ സമ്മതിച്ചു. അതെ, ഈ ഇരിക്കുന്ന മകൻ വെള്ളത്തിലേക്ക് കിടക്കുമല്ലേ? വെള്ളമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എത്ര നേരം വേണമെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ കിടക്കും. എന്താ മനസ്സിലായോ? ആ വെള്ളത്തിൽ കിടന്ന സ്ത്രീ പുനർജനിച്ച, ആ കുട്ടി പുനർജനിച്ചതാണ് ഈ കുട്ടി. വെള്ളത്തിൽ മരിച്ചു മടന്ന ആ ഗർഭാവസ്ഥയിലുണ്ടായിരുന്ന ആ കുടുംബത്തിലെ കുട്ടി പുനർജനിച്ചതാണ്. ഇപ്പം വെള്ളത്തിലേക്ക് കിടക്കും. ഞാനിപ്പോൾ പരിഹാരക്രിയയില്ല, അതിനകത്ത് ചെറിയൊരു സംഭവമുണ്ട്. ആ പൂർവ്വജന്മം ദർഭയിലുണ്ടാക്കി വേർപെടുത്തണം. ഇത് തന്ത്രമാന്ത്രികത്തിലെ നിഗൂഢമായ ഒരു സത്യമാണ്. എന്ന് വിചാരിച്ച് എൻ്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമില്ല. ഒരു പട്ടി കടിക്കുമ്പോൾ നമ്മൾ ഓടിയേ പറ്റൂ. ഇല്ലേ? ഒരുത്തൻ നമ്മളെക്കാൾ ആരെങ്കിലും ഒരുത്തൻ ഇടിക്കുമ്പോൾ നമ്മൾ കുനിച്ച് നിർത്തി നമ്മളെ ഇടിക്കും. അവിടെ മന്ത്രവും തന്ത്രവും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഓടി രക്ഷപ്പെടാനേ പറ്റും. നമ്മൾ യാഥാർത്ഥ്യങ്ങളിലൂടെ സഞ്ചരിക്കണം. അത് സംഭവിക്കുമെന്ന് സ്വാമിക്ക് മുൻകൂട്ടി തിരിച്ചറിഞ്ഞു. ഏത്? ഒരാൾ നമ്മളെ അടിക്കാൻ വരികയാണ്, അല്ലെങ്കിൽ പട്ടി കടിക്കാൻ വരും, അതറിഞ്ഞൂടെ? നമ്മളപ്പോൾ വഴിമാറി. ഒരുത്തൻ അടിക്കാൻ ഒരുത്തൻ വന്നില്ല, വന്നാൽ ഞാൻ വിടും. ഞാൻ ഒരു പോന്തലെങ്കിലും കൊടുക്കുമ്പോൾ അവൻ്റെ 7 തലമുറ കഴിഞ്ഞ് അവൻ നോക്കിയാലോ നെഞ്ചത്തൊരു പാട് കാണും എന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ്. അതിൽ സത്യമുണ്ടോ എന്ന് നമുക്കറിയാം. ഈ ഭയമില്ലാത്തവൻ, അല്ലേ, മരണഭയമില്ലാത്തവൻ, ശത്രുവിനെ ഭയക്കാത്തവൻ, എന്തിനേയും നേരിടുന്നവൻ, അവനെയൊന്നും ഒരെണ്ണം തൊടാൻ പറ്റില്ല. ഞാൻ അത്തരത്തിൽപ്പെട്ട ഒരാളാണ്. ഒരു ശക്തിക്കും എൻ്റെ ശത്രു ജനിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. നശിപ്പിക്കാനൊക്കെ ആൾക്കാർ ശ്രമിക്കും. അപ്പോൾ ദൈവം അവതരിക്കുമല്ലോ. അസുരന്മാർ ഭൂമി നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു അവതാരം ഉണ്ടാകുന്ന പോലെ നമ്മളെ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അവതാരം. ഇപ്പോൾ ശബരിമല അയ്യപ്പനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ണികൃഷ്ണന്റെ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു. അവൻ ഉണ്ണികൃഷ്ണനല്ലേ? അതങ്ങനെ ഭഗവാൻ അവതരിച്ചതാണ്. ഭഗവാൻ പിന്നല്ലേ? അതെങ്ങനെയാണ്? അത് കലിയുഗത്തില് മനുഷ്യനിലൂടെ ദൈവം കൊണ്ടുവരും. പക്ഷെ ഉണ്ണികൃഷ്ണനല്ല മോഷണം നടത്തിയിട്ടുള്ളൂ. അവൻ നടത്തിയല്ലേ പറ്റുള്ളൂ. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തിനാണ് ഇത് ദുരിതങ്ങളെല്ലാം അനുഭവിച്ചത്? ഭഗവാനില്ലേ? മഹാഭാരത യുദ്ധം മുഴുവൻ നടത്തിയതല്ലേ? അവസാന കാലം എന്തായിരുന്നു? ശ്രീരാമൻ എന്താണ് മരണപ്പെട്ടു. എങ്ങനെ മരണപ്പെട്ടു? ദുരക ദുഃഖം താങ്ങാത്ത ശരീരം ഇറങ്ങിപ്പോയി മരിച്ചു. ഭഗവാനാണ് അങ്ങ് സ്വർഗത്ത് വയ്ക്കൂടെ? അതൊക്കെ നമ്മുടെ ഇതെല്ലാം നമ്മൾ അതിലേക്ക് കടന്നു പോയാൽ ഒരുപാട് അവതാരം. അങ്ങനെ എൻ്റെ ഞാൻ ഒരു എപ്പിസോഡ് DNA ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു അവതാരമാണ്. അവതാരമായതുകൊണ്ടാണ്. എന്തിനാണ് അവതരിച്ചത്? ശബരിമല
എന്ന് പറയുന്ന പവിത്രമായ ആയിരക്കണക്കിന് ശരണമുടികൾ മുഖമുരിതമായിട്ടുള്ള അവിടുത്തെ കാട്ടിലെ തളിരും മൃഗങ്ങളും ജീവിക്കുന്ന ആ പവിത്രമായ സ്ഥാനത്തെ കൊള്ളയടിക്കുന്നവരെ പിടിക്കാൻ ഉണ്ണികൃഷ്ണൻ അവതരിച്ചു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. പിടിച്ച് ജയിലിലൊക്കെ ഇടും. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ്റെ അച്ഛനെ പിടിച്ച് ജയിലിലിട്ടി. കംസൻ എന്തിനായി? ഇതൊക്കെ പ്രപഞ്ച പുരാണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്, ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതൊക്കെ റിപ്പീറ്റ് ചെയ്യും. നമ്മൾ അങ്ങനെ അങ്ങ് എടുത്താൽ ഒരു കുഴപ്പമില്ല ഇല്ലേ? ഉണ്ണികൃഷ്ണൻ ഇല്ലാതെ ഇത് വരൂ ഇല്ല. മുരാരി ബാബു എന്ന് പറഞ്ഞ് വരുന്നത് അവനെ കണ്ടാലേ അറിയാം. അവൻ്റെ പേര് തന്നെ മുരാരി. ഇതൊന്നും നിങ്ങളൊന്ന് ആലോചിച്ചു, എന്തെല്ലാം നല്ല പേര്. ബാബു എന്ന് മാത്രമാണ് അവന് കുഴപ്പമില്ല. അവൻ ജനിച്ച എന്തിനാണ്? ഈ അധർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ചവന്. അവൻ്റെ ലക്ഷണശാസ്ത്രത്തിൽ എടുത്തു വെച്ചാൽ അവൻ്റെ ഓരോ അവയവത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞുതരാം. അവനിത് ചെയ്തില്ലെങ്കിലും അത്ഭുതം. അവൻ ഇരുന്നിടത്തെല്ലാം അമ്പലം കൊള്ളയടിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം ഒരുത്തനെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കും ഇവൻ്റെ പൂർവ്വജന്മം എന്തായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് അവനെ ഒഴുകി അങ്ങ് വിടും. അവൻ ഈ അമ്പലം കൊള്ളയടിക്കാനായിട്ട് ജനിച്ചവനാണ്. ജയിലിൽ കിടന്ന് കാരാഗ്രഹവാസം അവിടെ കിടന്നേ പറ്റും. അവൻ്റെ എത്ര എന്താ വിവാദമൊക്കെ വരുമല്ലോ എല്ലാത്തിനും. അദ്ദേഹത്തിന്റെ ഇതുവരെ അദ്ദേഹം പണികഴിപ്പിച്ച ക്ഷേത്രങ്ങളെല്ലാം ലിസ്റ്റുകൾ പോലീസ് എല്ലാം കൊള്ളയടിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് പറയട്ട് എല്ലാം കൊള്ളയടിച്ചിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അയാൾ ശബരിമല ശബരിമല അയ്യപ്പൻ്റെ ആ സ്വർണ്ണപ്പാളിയിൽ തൊട്ടിട്ടുണ്ടാൻ കള്ളം എഴുതി ചെമ്പിനെ സ്വർണ്ണമാക്കുകയും സ്വർണ്ണത്തെ ചെമ്പാക്കുകയും ചെയ്ത് ഒരു പേപ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ അയാൾ എവിടെയാണോ ജനിച്ചത് അമ്മയുടെ ഗർഭപാത്രം മുതൽ പരിശോധിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. അതെല്ലാം തെറ്റായിരിക്കും. യാതൊരു നന്മയുമില്ലാത്ത അയാളുടെ ഭാര്യയും മക്കളും ഇങ്ങനെ ഒരുത്തനെ ഞാൻ കെട്ടിച്ചല്ലോ, ഇങ്ങനൊരു അച്ഛന് ജനിച്ചു പോകുന്ന അവർ ദുഃഖിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവും. അത്രയ്ക്ക് ഇവൻ്റെ അവസ്ഥ അത് തന്നെ. ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നവരും ക്ഷേത്രത്തിലെ പണം കൊള്ളയടിക്കുന്നവരും ക്ഷേത്രത്തിൽ നിന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു നീചമായ നടപടിയാണ്. ഇതിനെല്ലാം ശക്തമായി പ്രതികരിക്കണം. ആരും പ്രതികരിക്കണില്ലല്ലോ ഇതിനകത്ത്. എന്തൊരു പ്രതികരിക്കണം? സമരം ചെയ്യാനല്ല കാരണം. ഇവരൊക്കെ ദൈവം കൊടുക്കുന്ന ശിക്ഷയുണ്ട്. നാണമുണ്ട്. ഇനിയിപ്പോൾ ഈ മുരാരി ബാബുവിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്ക് ഒരു നല്ല കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റൂ, നല്ലൊരു സഞ്ചാരത്തിന് പങ്കെടുക്കാൻ പറ്റൂ. അച്ഛൻ്റെ പേര് ചോദിച്ചാൽ എവൻ്റെ പേരല്ലേ പറയുള്ളൂ. എവൻ എന്താണ് അമ്പലം കൊള്ളയടിച്ച് അവൻ്റെ എത്ര തലമുറകൾ ഈ ചീത്തപ്പേര് നിൽക്കും? അത് പറയാൻ പറ്റാത്തതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും ചെയ്ത അഹിന്ദവ സംഘടനകളിൽ ഇത്രയും ഉണ്ടല്ലോ, ഇത്രയും കൊള്ളയടിച്ചിട്ട് ഒരു ശക്തമായ സമരം നടത്താൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് നടത്തുന്നില്ല? ഞാൻ പറഞ്ഞതിൻ്റെ അത്ര പോലും അത് പത്രപ്രസ്താവനയല്ല അല്ലേ, ശക്തമായ നടപടി. ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷെ അവരിപ്പോൾ ചെയ്യാൻ നോക്കുന്നത് ശബരിമലയെ ഇപ്പം ദേവസ്വം ബോർഡിൽ നിന്നും മാറ്റിയിട്ട് പുതിയൊരു ട്രസ്റ്റ് ഉണ്ടാക്കണമെന്നുള്ള അഭിപ്രായത്തോടാണ് അവർ പോകുന്നത്. ആര് പോകുന്നത്? ഇപ്പം BJP ആണെങ്കിലും എനിക്ക് അത്തരത്തിലൂടെയൊന്നും കിടക്കാം. ഞാൻ പറഞ്ഞു ഒരു ക്ഷേത്ര പരിസരം, ഞാൻ പറഞ്ഞു എത്രയോ പള്ളികളിൽ വിഷയം ഉണ്ടാക്കിയിട്ട് ഇവിടെ സമരങ്ങൾ നടക്കുന്നു, പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഭരിക്കുമ്പോഴത്തേക്ക് അവരിത് ഇപ്പം പിണറായി വിജയൻ സഖാവ് ഇതെന്ന് അറിഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇത് എന്നെ വന്ന് ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇവിടെ എന്തിനാണ് ഇങ്ങനെ വിശ്വാസമില്ലാത്തവരെ പിടിക്കുക? അവിടെ ഇരിക്കുമ്പോൾ അവർ ചെയ്തില്ലെങ്കിലേ ഉള്ളൂ അർപ്പുലേ. പിന്നെ ഒരു സാധാരണ ജോലിക്കാരനായി തുടങ്ങിയതാണ് ഈ മുരാരി ബാബു എന്ന് പറയുന്നത്. ആ ബാബു NSSൻ്റെ സുകുമാരനായുടെ ഏറ്റവും വിശ്വസ്തനായിട്ട് നിന്നുകൊണ്ട് ഇത് മുഴുവൻ നശിച്ച് കലക്കി അവൻ ജനിച്ച കുലത്തിനും അവൻ്റെ കുടുംബത്തിനും ഒക്കെ അപവാദവും അപഖ്യാതിയും ഉണ്ടാക്കി. ഞാൻ പറഞ്ഞ് ഇയാൾ ഉദ്യോഗത്തിൽ എവിടെയാണോ കയറിയത് അത് മുതലുള്ള ഇയാളുടെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം. ഇയാൾ ജയിലിടിഞ്ഞാലും വെളി വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് പറയണോണ്ട് എനിക്ക് ഒരു മടിയില്ല. ഇനി എന്നെ ഇവിടെ ജയിലിലിട്ടാലും പറഞ്ഞത് മാറ്റാനൊന്നും പറ്റില്ല അല്ലേ. ഇത്തരം ഇങ്ങനെ പ്രതിരോധിക്കാത്തതാണ് ഹൈന്ദവതയുടെ ഏറ്റവും വലിയ കുഴപ്പം ഇല്ലേ. ഞാൻ ചോദിച്ചു, ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഇവിടുത്തെ ഹിന്ദുസ്ഥാൻ എന്താണ് ശക്തമായി പത്രവാർത്ത നടത്തുന്നതിനല്ല കാര്യം. ഇതെങ്ങനെയാണ് പ്രതിരോധിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഈ ശബരിമലയിൽ ഇത്രയും കൊള്ളരായ്മ നടന്നപ്പോൾ ശബരിമല നിലനിർത്താനായിട്ട് എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? പിന്നെ ഈ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഇവിടുത്തെ കേരളത്തെ BJP ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്ക് പേഴ്സണലി അടുപ്പമുള്ള ഒരാളാണ്, എന്ന് എനിക്കറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഇതൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സംഘടന കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ വേറൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള, ഇല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യണം എന്നുള്ളൊരു നടപടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിനുള്ള ശക്തിയുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ.